2 ദിനവൃത്താന്തം 14 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അബീയാവ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. ദാവീദിന്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു. അവന്റെ മകനായ ആസ അവനു പകരം രാജാവായി. അവന്റെ കാലത്ത് ദേശത്തിനു 10 സംവത്സരം സ്വസ്ഥതയുണ്ടായി. ആസ തന്റെ ദൈവമായ യഹോവയ്ക്ക് പ്രസാദവും ഹിതവുമായുള്ളത് ചെയ്തു. അവൻ അന്യ ദേവന്മാരുടെ ബലിപീഠങ്ങളും പൂജാഗിരികളും നീക്കിക്കളഞ്ഞു. സ്തംഭവിഗ്രഹങ്ങൾ ഉടച്ചു അശേര പ്രതിഷ്ഠകളെ വെട്ടിക്കളഞ്ഞു. യഹൂദയോട് അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ അന്വേഷിപ്പാനും ന്യായപ്രമാണവും കൽപ്പനയും ആചരിച്ചു നടപ്പാനും കൽപ്പിച്ചു. അവൻ എല്ലാ യഹൂദാ പട്ടണങ്ങളിൽ നിന്നും പൂജാഗിരികളിൽ നിന്നും സൂര്യവിഗ്രഹങ്ങളും നീക്കിക്കളഞ്ഞു. രാജ്യം അവന്റെ കീഴിൽ സ്വസ്ഥമായിരുന്നു. യഹോവ അവന് വിശ്രമം നൽകിയതുകൊണ്ട് ദേശത്തിന് സ്വസ്ഥതയുണ്ടാകയാലും ആ സംവത്സരങ്ങളിൽ അവന് യുദ്ധം ഇല്ലായകയാലും അവൻ യഹൂദയിൽ ഉറപ്പുള്ള പട്ടണങ്ങളെ പണിതു. അവൻ യഹൂദ്യരോട്, നാം ഈ പട്ടണങ്ങളെ പണിത് അവയ്ക്ക് ചുറ്റും മതിലുകളും ഗോപുരങ്ങളും വാതിലുകളും ഓടാമ്പലുകളും ഉണ്ടാക്കുക. നാം നമ്മുടെ ദൈവമായ യഹോവയെ അന്വേഷിച്ചതുകൊണ്ട് ദേശം നമുക്ക് സ്വാധീനമായിരിക്കുന്നുവല്ലോ. നാം അവനെ അന്വേഷിക്കുകയും അവൻ ചുറ്റും നമുക്ക് വിശ്രമം നൽകുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വെടിപ്പായി പണിത് തീർത്തു. ആസയ്ക്ക് വൻപരിചയും കുന്തവും എടുത്തവരായി 3,00,000 യഹൂദ്യരും ചെറുപരിചയ എടുപ്പാനും വില്ല് കുലപ്പാനും പ്രാപ്തരായി 2,80,000 ബെന്യാമീന്യരും ഉള്ളൊരു സൈന്യമുണ്ടായിരുന്നു. അവരെല്ലാവരും പരാക്രമശാലികൾ ആയിരുന്നു. അനന്തരം കൂശ്യനായ സേരഹ് 10,00,000 ആളും 300 രഥവുമുള്ള സൈന്യത്തോടുകൂടി അവരുടെ നേരെ പുറപ്പെട്ടു മാരേശ വരെ വന്നു. ആസ അവന്റെ നേരെ പുറപ്പെട്ടു. അവർ മാരേശയ്ക്ക് സമീപം സഫാഥ താഴ്വരയിൽ പടയ്ക്ക് അണിനിരന്നു. ആസ തന്റെ ദൈവമായ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, യഹോവേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീയല്ലാതെ മറ്റാരുമില്ല. ഞങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങളെ സഹായിക്കണമേ. നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. നിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ പുരുഷാരത്തിനു നേരെ പുറപ്പെട്ടു വന്നിരിക്കുന്നു. യഹോവേ, നീ ഞങ്ങളുടെ ദൈവം, മർത്യൻ നിന്റെ നേരെ പ്രബലനാകരുതേ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ ആസയുടെയും യഹൂദിയുടെയും മുമ്പിൽ കൂശ്യരെ തോൽക്കുമാറാക്കി. കൂശ്യർ ഓടിപ്പോയി. ആസയും അവനോടുകൂടെ ഉണ്ടായിരുന്ന പടജനവും അവരെ ഗെരാർ വരെ പിന്തുടർന്നു. കൂശ്യർ ആരും ജീവനോടെ ശേഷിക്കാതെ പട്ടുപോയി. അവർ യഹോവയുടെയും അവൻ സൈന്യത്തിന്റെയും മുമ്പാകെ നശിച്ചുപോയി. അവർ വളരെ കവർച്ചയും എടുത്തുകൊണ്ടുപോന്നു. അവർ ഗെരാറിന് ചുറ്റുമുള്ള പട്ടണങ്ങളെയെല്ലാം നശിപ്പിച്ചു. യഹോവയെങ്കിൽ നിന്ന് ഒരു ഭീതി അവയുടെ മേൽ വീണിരുന്നു. അവർ എല്ലാ പട്ടണങ്ങളെയും കൊള്ളയിട്ടു. അവയിൽ കൊള്ള വളരെയുണ്ടായിരുന്നു. അവർ നാൽക്കാലികളുടെ കൂടാരങ്ങളെയും ആക്രമിച്ചു. അനവധി ആടുകളെയും ഒട്ടകങ്ങളെയും അപഹരിച്ച് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു.